എക്സിറ്റ് പോൾ ഫലപ്രഖ്യാപനമൊക്കെ കഴിഞ്ഞപ്പോൾ UDF ഇതാ ഭരിക്കാൻ വരുന്നു എന്ന ആവേശമാണ് ഇന്ദിരാഭവനിലും അതുപോലെ തന്നെ DCC ആഫീസുകളിലും എന്തിനും മുസ്ലിം ലീഗ് ആസ്ഥാനത്ത് തങ്ങൾ മുസ്ലിയാരുടെ വീട്ടിലുമൊക്കെ. ഈ ഫലം പരിശോധിച്ച് നോക്കിയപ്പോഴല്ലേ ഇതിൻ്റെ വിശകലനം ചെയ്ത് നോക്കിയപ്പോഴാണ് കാര്യം നമുക്ക് വ്യക്തമാകുന്നത്. ഒരിടത്തും UDF തരംഗമെന്ന സംഭവമേയില്ല. ഇവർ പറഞ്ഞത് എന്താണ്? 110 സീറ്റ്, 100-ന് മുകളിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നടന്നതാണ്. ഇനിയിപ്പോൾ അദ്ദേഹം തരം പോലെ അത് നിഷേധിക്കും. ഇപ്പോൾ 76 സീറ്റോളം ഇടത് മുന്നണിയിൽ നിന്ന് വലതു മുന്നണി പിടിക്കുന്നു. ഇടതു മുന്നണിക്ക് 56-ലധികം സീറ്റ്, 59ഓളം സീറ്റ് ഇടതു മുന്നണിക്ക് പ്രവചിക്കപ്പെടുന്നു. മറ്റ് ചില ഒരു എക്സിറ്റ് പോൾ സംഘമാണെങ്കിൽ NDAക്ക്, അതായത് BJP സഖ്യത്തിന് 18 സീറ്റ് വരെ പ്രവചിക്കുന്നു. ഇത് എവിടെ? 140 മണ്ഡലങ്ങൾ ഉള്ളിടത്ത് ഇത്രയധികം സീറ്റൊക്കെ എങ്ങനെ ഇവർക്ക് ലഭിക്കുമെന്നതാണ് വലിയ ആശങ്ക. അത് പോട്ടെ, എക്സിറ്റ് പോൾ ഫലപ്രഖ്യാപനങ്ങൾ പലപ്പോഴും ഒരു റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഭാഗമായി വരുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയധികം ആളുകൾ വോട്ട് ചെയ്തെടുത്ത് 30,000-ഓളം ആളുകളുടെ അഭിപ്രായം സ്വരൂപിച്ചാണ്, അത് 140 മണ്ഡലങ്ങളിലെ 30,000-ഓളം ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചാണ് ചില ആളുകൾ സർവേ നടത്തിയിട്ടുള്ളത്. മനോരമ അവരൊക്കെ അങ്ങനെയാണ് സർവേ നടത്തിയിരിക്കുന്നത്. ഈ 30,000 പേരാണോ ഇലക്ഷനെ കുറിച്ച് തീരുമാനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ചില പൊതു ചർച്ചകൾ ഉണ്ടാകുമല്ലോ. അതിൻ്റെ വോട്ടിംഗ് പാറ്റേണൊക്കെ നമുക്കറിയാം. അത് യൂട്യൂബ് ചാനലുകളിൽ, അതായത് പ്രമുഖ ചാനലുകളുടെ യൂട്യൂബ് ചാനലുകളിൽ വരുന്ന വ്യൂസ്, അവരുടെ അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ച് അതാണോ വോട്ടായി മാറുക എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അമ്പെ പരാജയപ്പെട്ടു പോകും ഈ എക്സിറ്റ് പോൾ അവലോകനക്കാർ. എക്സിറ്റ് പോളിൽ പറയുന്നതനുസരിച്ച് UDF ഇതിനകം തന്നെ പല ചർച്ചകളുമൊക്കെ നടത്തിയിട്ടുണ്ട്. പലരും ഈ പ്രവചനങ്ങൾക്കൊപ്പം മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒരു പകൽക്കിനാവ് മാത്രമാണ്. എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒരു പകൽക്കിനാവ് മാത്രമാണ്. മെയ് 4-ാം തീയതി വോട്ടിംഗ് മെഷീനുകളിൽ എത്ര വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് എന്ന് എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ അറിയാം എക്സിറ്റ് പോളുകളിലെ ഫലം തെറ്റായിരുന്നു എന്ന്. തുടർഭരണമല്ലാതെ, ഇടതുമുന്നണിക്ക് തുടർഭരണമല്ലാതെ മറ്റൊന്നും കേരളത്തിൽ സംഭവിക്കാനില്ല എന്നതാണ് പരമാർത്ഥം. അല്ലെങ്കിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ വോട്ട് ചെയ്ത ആളുകൾ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലം കണ്ണിൽ കണ്ട, നേരിട്ട് അനുഭവിച്ച വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ നേരിട്ട് അനുഭവിച്ച കരുതൽ, നേരിട്ട് അനുഭവിച്ച മറ്റ് പദ്ധതികൾ, അവരുടെ ഓരോ കുടുംബത്തിലെയും മക്കൾ ആഘോഷപൂർവ്വം പഠിക്കുന്ന സർക്കാർ സ്കൂളുകളുടെ നവീകരണം, ആതുരാലയങ്ങളിലെ നവീകരണം, മികച്ച ചികിത്സ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനം കണ്ടില്ല എന്ന് നമ്മൾ ധരിക്കേണ്ടി വരും ഈ എക്സിറ്റ് പോൾ അനുസരിച്ചുള്ള ഫലമാണ് വരുന്നതെങ്കിൽ. കാരണം UDF എന്താണ് ചെയ്തത് എന്നത് വലിയ ചർച്ചയാണ്. UDF അല്ലെങ്കിൽ പ്രതിപക്ഷം ക്രിയാത്മകമായി എന്ത് ഇടപെടലാണ് നടത്തിയത് എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. UDF അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കെ, UDF വെറും കപടതകളും കള്ളങ്ങളും മാത്രം നാഴികയ്ക്ക് 40 വട്ടം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കെ, ഒരു കരുതലുള്ള, ഒരു എല്ലുറപ്പുള്ള, കരളുറപ്പുള്ള ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ജനം നിൽക്കുമോ എന്നതാണ് വലിയ ചോദ്യചിഹ്നം. കേരളം അങ്ങനെ ചിന്തിക്കുമോ? എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെ പറയുന്നു ഒരിടത്തും ഒരു തരംഗവുമില്ല. UDF തരംഗമെന്നൊരു തരംഗമേ ഇല്ല. BJP തരംഗമേ എന്നൊരു തരംഗമേ ഇല്ല. സർക്കാർ വിരുദ്ധത എന്ന് പറയാൻ കഴിയില്ല എന്ന് അടിവരയിടുമ്പോൾ UDF എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വലിയ ചോദ്യചിഹ്നമാണ്. ഏതായാലും എക്സിറ്റ് പോള് ഒരു പകൽക്കിനാവ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ദിവാസ്വപ്നമാണ്, മലർപ്പൊടിക്കാരൻ്റെ ചെപ്പടി വിദ്യ പോലെ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് ഈ എക്സിറ്റ് പോളുകൾ. എക്സിറ്റ് പോളിലെ ഫലം അമ്പയെ തള്ളിക്കളയുന്നതായിരിക്കും മെയ് 4-ന് വരുന്ന യഥാർത്ഥ ഇലക്ഷൻ ഫലം എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. മെയ് 4-ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് നേരിട്ട് സംവദിക്കാം. മെയ് 4-ന് ഈ ഫലം മാറും. തുടർഭരണം ഇടതുമുന്നണിക്ക് ഉണ്ടാകും.